ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നയന ഗർഭിണിയായ സന്തോഷത്തിലായിരിക്കും കേട്ടോ ദേവയാനി. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു കുഞ്ഞിനെ പോലെ ഇങ്ങനെ പരിപാലിക്കാൻ കേട്ടോ നയനേനെ. അങ്ങനെ നയനയ്ക്ക് വേണ്ടുന്ന ആഹാരങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കുകയാണ്. നയനയുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുകയാണ്. നയനേനെ ശരിക്കും ഒരു കുഞ്ഞിനെ പോലെ പരിപാലിക്കാൻ കേട്ടോ ദേവയാനി. അങ്ങനെ ദേവയാനിയുടെ ഒരുപാട് നാളത്തെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോകുകയാണല്ലോ. ആ ഒരു സന്തോഷത്തിലായിരിക്കും കേട്ടോ ദേവയാനി. ഇതേ സമയത്ത് അനന്തപുരിയിലാണെങ്കിലോ നയനയുടെ ഈ ഒരു വിശേഷം പറഞ്ഞ് എല്ലാവരും അതീവ സന്തോഷത്തിലായിരിക്കുവേ, നമ്മുടെ ജലജേനയും അഭിനയും ഒഴികെ. അങ്ങനെ എല്ലാവരും നയനയ്ക്കൊപ്പം ഉണ്ടായിരിക്കാൻ കേട്ടോ. മുത്തശ്ശനും മുത്തശ്ശിക്കും പുതിയൊരു പേരക്കിടാവ് ഉണ്ടാകുക എന്നറിഞ്ഞിട്ട് വളരെ സന്തോഷത്തിലാണ് കേട്ടോ. ഇപ്പം തന്നെ ആ കൊച്ചുമകൾക്ക് വേണ്ടിയിട്ടുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ അവർ ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങി കേട്ടോ. ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ നവ്യയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കണില്ല കേട്ടോ. തൻ്റെ കുഞ്ഞിൻ്റെ സ്ഥാനം ഇതോടെ ഇവിടെ അവസാനിക്കുകയാണെന്ന് മനസ്സിലാക്കുന്ന നവ്യയാണെങ്കിൽ നയനയോട് വെറുപ്പും വിദ്വേഷവും ഒക്കെ വെച്ച് പുലർത്തുകയാണ് കേട്ടോ. ഈ ഒരു അവസരം മുതലാക്കി ജലജയാണെങ്കിലും നല്ല രീതിയിൽ തന്നെ നവ്യനെ എരിപിരി കയറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ നവ്യയോട് തന്നെ ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാൻ കേട്ടോ ജലജയും അഭിയും കൂടി. പക്ഷേ ആ കുഞ്ഞിനെ കൊല്ലണമെന്ന് ഒരിക്കൽ പോലും നവ്യ ചിന്തിക്കണില്ല കേട്ടോ. പക്ഷേ ആ കുഞ്ഞ് ജനിക്കാതിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ സ്ഥാനം ഇവിടെ നഷ്ടമാവില്ലായിരുന്നു എന്ന് ചിന്തിച്ചു പോകുകയാണ് കേട്ടോ. പക്ഷേ ജലജയാണെങ്കിൽ ഓരോ മിനിറ്റും ഗുളിക തിന്നണ പോലെ തന്നെ വന്ന് നമ്മുടെ നവ്യനെ എരിപിരി കയറ്റി കൊടുക്കുകയാണേ. അങ്ങനെ എങ്ങനെയെങ്കിലും നീ ആ കുഞ്ഞിനെ ഇല്ലാതാക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ ഒരു അവസരത്തിലായിരിക്കും അനാമിക ഈ ഒരു കാര്യങ്ങൾ എല്ലാം തന്നെ അറിയുകയാണ് കേട്ടോ. അതായത് നമ്മുടെ നയന ഗർഭിണിയാണെന്നും അനന്തപുരിയിൽ പുതിയൊരു കുഞ്ഞ് വരാൻ പോകുകയാണെന്നും എല്ലാവരും അതീവ സന്തോഷത്തിലാണെന്നൊക്കെ മനസ്സിലാക്കാൻ കേട്ടോ അനാമിക. അങ്ങനെ അനാമിക തൻ്റെ അച്ഛനോടും അമ്മയോടും ഒക്കെ ആയിട്ട് പറയുന്നുണ്ട്, ഞാൻ ആ വീടിന് പടിയിറങ്ങി അവരുടെ സന്തോഷവും സമാധാനം ഒക്കെ ഇല്ലാതാക്കണം. അതിൻ്റെ വാശിയും ആഗ്രഹവും ഒക്കെയാണ്. ഇനി അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഇപ്പോൾ പുതിയൊരു സന്തോഷം ഉണ്ടായിട്ടുണ്ട്. അച്ഛൻ അറിഞ്ഞോ? സന്തോഷം എന്താ മോളെ? ആ നന്ദുവാനിയുമായിട്ടുള്ള വിവാഹം വല്ലതുമാണ്? അതൊന്നും അല്ല അച്ഛ, അതൊന്നും ഒരിക്കലും നടക്കാനും പോകുന്നില്ല. ഇതേ നമ്മുടെ നയനയ്ക്ക് മാതൃശ്വരം പുതിയൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു. നയന ഗർഭിണിയാണോ? ഗർഭിണിയാണെന്ന്. അതിനെ ഇല്ലാതാക്കുകയാണെങ്കിൽ അതുങ്ങളുടെ എല്ലാ സന്തോഷവും കെട്ടടേ അല്ലേ മോളെ? ഉടനെ അനാമിക പറഞ്ഞിട്ടുണ്ട്, അതേ അച്ഛ, അത് ഇപ്പോഴെങ്ങും അല്ല. മുളയിലേ നുള്ളിയാൽ ആ ഒരു സന്തോഷത്തിന് വീര്യം കാണില്ല. കിട്ടും 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 എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ കാത്തിരിക്കണം. അവസാന നിമിഷം അതിനെ ഇങ്ങനെ എടുക്കണം. അതാ വേണ്ടത് എന്നൊക്കെ പറയാനിട്ടോ അനാമിക. ഉടനെ നമ്മുടെ വീണുവും പറയുന്നുണ്ട്, അതെ, ആ കാര്യം മോള് പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. അങ്ങനെ നമ്മളെ പെരുവഴിയിലാക്കിയിട്ട് അവറ്റകളൊന്നും സന്തോഷത്തോടെ ജീവിക്കണ്ട എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ എല്ലാവരുടെ മനസ്സിൽ ഒരു വല്ലാത്ത വിഷം തന്നെയാണ് കേട്ടോ. ആ ജനിക്കാത്ത ആ ഒരു കുഞ്ഞിൻ്റെ പേരിൽ എല്ലാവരും അടിപിടി കൂടുകയാണ് കേട്ടോ. മറുവശത്താണെങ്കിൽ നയന വലിയ സന്തോഷത്തിലാണ്. താൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞത് മുതൽ നയനയ്ക്ക് സന്തോഷം അടക്കാൻ വയ്യാട്ടോ. അതുപോലെ തന്നെയാണ് ആദർശിൻ്റെ കാര്യം. ആദർശാണെങ്കിൽ എന്ത് വേണം, എങ്ങനെ വേണം, എന്തൊക്കെ വേണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നയനയുടെ പിന്നാലെ തന്നെ കൂടിയിരിക്കാൻ കേട്ടോ. നയനയുടെ ആഗ്രഹങ്ങളെല്ലാം സബലീകരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതും കൂടാതെ ഓഫീസിൽ പോലും പോകാൻ തോന്നുന്നില്ല ആദർശിന്. ആദർശാണെങ്കിൽ നയനനെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ലീവൊക്കെ എടുക്കാൻ കേട്ടോ. ഈ സമയത്ത് മുത്തശ്ശൻ ഇടപെടുന്നുണ്ട്. മുത്തശ്ശൻ പറയുന്നുണ്ട്, ആദർശേ, ഇവിടെ നിൻ്റെ ഭാര്യനെ നോക്കാൻ ഇവിടെ ഇത്രയും പേരുണ്ട്. കൈവെള്ളല നിൻ്റെ അമ്മ കൊണ്ട് നടക്കുന്നത്, പിന്നെ നിൻ്റെ മുത്തശ്ശിയും. അതുകൊണ്ട് നീ ഓഫീസിലൊന്നും പോകാതിരിക്കേണ്ട കേട്ടോ. കുഞ്ഞു വരുന്നെന്ന് കരുതി ഇപ്പോഴേ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറരുതേ. ഉത്തരവാദിത്തങ്ങൾ കൂടാൻ പോകുകയാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ മടിയനായ ആദർശിനെ ഓഫീസിലേക്ക് പറഞ്ഞു വിടാൻ കേട്ടോ മുത്തശ്ശൻ. ഇതൊക്കെ കണ്ടിട്ട് നവ്യയ്ക്കാണെങ്കിൽ കലിയിളകാണ് കേട്ടോ. തൻ്റെ കുഞ്ഞിനെ ആരും ഒന്നും എടുക്കുന്നില്ല, ആരും ഒന്നും താലോലിക്കുന്നില്ല, ഇവിടെ പിറന്നിട്ട് പോലുമില്ല. എന്നിട്ട് അവൾക്ക് എന്തുമാത്രം സന്തോഷവും സമാധാനം എല്ലാവരും നൽകുന്നത് എന്നൊക്കെ ആലോചിച്ച് ആ ഒരു വീർപ്പുമുട്ടലിലായിരിക്കും കേട്ടോ നമ്മുടെ നവ്യ. ഇതേ സമയത്ത് ജലജയാണെങ്കിലും ഒരുപാട് പദ്ധതികളും പ്ലാനുകളും ഒക്കെ തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. അതായത് ഈ കുഞ്ഞ് ജനിക്കരുതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാ തവണത്തെയും പോലും അതൊക്കെ ഫ്ലോപ്പായി പോവുകയും ചെയ്യാണ് കേട്ടോ. ഈ ഒരു അവസരത്തിലായിരിക്കും അനാമിക ഓരോരോ കാര്യങ്ങളൊക്കെ തയ്യാറെടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഈ നമ്മുടെ നയനയുടെ ആ ഒരു പ്രഗ്നൻസി ജേർണി എന്ന് പറഞ്ഞാൽ അതത്ര സുഖകരമായ ജേർണിയൊന്നും അല്ലായിരിക്കും കേട്ടോ. പല വിധത്തിലും ജലജയാണെങ്കിൽ ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പല സമയങ്ങളിലും നയനയ്ക്ക് സുഖമില്ലാതാവുകയും
ഉണ്ടാവുകയും അങ്ങനെ പല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണ് കേട്ടോ. അങ്ങനെ ആ ഒരു സമയത്ത് നമ്മുടെ ദേവയാനി നയനയുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ ആദർശിനോട് പറയുന്നുണ്ട്, എനിക്ക് കിടന്നിട്ട് ഒരു സമാധാനം ഇല്ലടാ, നീ അച്ഛൻ്റെ കൂടെ ഒപ്പം പോയി കിടക്കാവോ, ഞാൻ ഇന്ന് നയനമ്മളുടെ കൂടെ കിടന്നോട്ടെ, എനിക്കാണെങ്കിൽ നയനയ്ക്ക് എന്തെങ്കിലും ആപത്ത് വരുമോ എന്നുള്ളൊരു പേടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പല ദിവസങ്ങളിലും നയനയോടൊപ്പമായിരിക്കും കേട്ടോ ദേവയാനിയും ഉറങ്ങുന്നത്. ഇവരുടെ ഈ ഒരു സ്നേഹം കാണുമ്പോൾ നമ്മുടെ ആദർശിൻ്റെ മനസ്സ് നിറയാണേ. അങ്ങനെ അവസാനം അതായത് ഡേറ്റൊക്കെ ആകാറായിട്ടോ, അതുവരേക്കും നയന എങ്ങനെയൊക്കെയോ പിടിച്ചു നിന്നു എന്ന് തന്നെ പറയാം. ജലജയ്ക്കാണെങ്കിൽ ഇനി കുഞ്ഞ് പിറക്കാൻ പോകുകയാണല്ലോ, ഇത്രയും നാളും എന്തൊക്കെ ചെയ്തിട്ടും ഈ കുഞ്ഞിൻ്റെ ജീവൻ എടുക്കാൻ സാധിച്ചില്ല, വല്ല കൃഷ്ണാവതാരം വല്ലതും ആണോ, അല്ലാതെ പിന്നെ ഞാൻ എന്തൊക്കെ ചെയ്തു അതെല്ലാം എനിക്കിട്ട് തിരിച്ചു വന്നതല്ലാതെ ഇവർക്കൊന്നും ഏറ്റിട്ടില്ല, എൻ്റെ ഭഗവാനെ, എന്നാലും ഇങ്ങനെ നീ സൈഡ് നിൽക്കരുത് കേട്ടോ ആർക്കും, ഞങ്ങൾ എന്തൊക്കെ ചെയ്താലും അതൊന്നും നീ മുഴിപ്പിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭഗവാനെ കുറേ കുറ്റങ്ങൾ ചാർത്താൻ കേട്ടോ. ശേഷം കാണിക്കുന്നത് നമ്മുടെ നയനേനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയാണ്. ഒരു ദിവസം രാത്രിയിൽ പെട്ടെന്ന് സുഖമില്ലാതാവുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കരഞ്ഞ് വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകാൻ കേട്ടോ. ദേവയാനിയാണെങ്കിൽ അലമുറയിട്ട് കരയാൻ കേട്ടോ. നയനമോൾക്ക് എന്താണ്, എൻ്റെ കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്നൊക്കെ ആലോചിച്ച് ദേവയാനിക്ക് വല്ലാത്ത ടെൻഷനായിരിക്കും കേട്ടോ. അപ്പോൾ മുത്തശ്ശനും ഒക്കെ പറയുന്നുണ്ട്, നീ എന്തിനാ ദേവയാനി ഇങ്ങനെ വിഷമിക്കുന്നത്, നീയും ഒന്ന് പ്രസവിച്ചതല്ലേ, ആ ഒരു വേദനയല്ലേ ഉള്ളൂ നയനയ്ക്കും, നീ അതിന് ഇത്രമാത്രം ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ, സമാധാനത്തിൽ പോയിട്ട് വാ, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതും ഒച്ച വെക്കുന്നതും ഒക്കെ കേട്ടാൽ അത് നയന മോൾക്ക് കൂടെ സങ്കടാവില്ലേ, പേടിയാവില്ലേ, നീ എന്താ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. ആ ഒരു അവസരത്തിൽ ദേവയാനി പറയുന്നുണ്ട്, അല്ലച്ച അച്ഛൻ അറിയാഞ്ഞിട്ടാ, നയന മോൾക്ക് ഒരു സിസേറിയനൊക്കെ കഴിഞ്ഞതല്ലേ, അതും അവളുടെ ബോഡി വല്ലാതെ വീക്കാണ്, അതോർത്തിട്ട് എനിക്ക് വല്ലാത്ത ടെൻഷനാണ്, അതുമല്ല പറഞ്ഞ ഡേറ്റിലും 1-2 ആഴ്ച മുൻപേയും കൂടെയല്ലേ, എനിക്കൊരു സമാധാനം ഇല്ലച്ച എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടായിരിക്കും കേട്ടോ പോകുന്നത്. നീയല്ലേ ആദർശിനെ ആശ്വസിപ്പിക്കേണ്ടത്, എന്നിട്ട് നീ തന്നെ ഇങ്ങനെ കരഞ്ഞാലോ എന്ന് പറയാൻ കേട്ടോ. ആദർശാണെങ്കിലും നല്ല ടെൻഷനിലായിരിക്കുമേ. അങ്ങനെ എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് പോകുകയാണ് കേട്ടോ. ഇതേ സമയത്ത് നയനയുടെ നില കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അതൊക്കെ കേട്ട് എല്ലാവരും ആകെ സങ്കടത്തിലാകാൻ കേട്ടോ. ദേവയാനിയാണെങ്കിൽ പൊട്ടി പൊട്ടി കരയാൻ കേട്ടോ. ആദർശ് വന്നിട്ട് പറയുന്നുണ്ട്, എന്താ അമ്മ ഇത്, അമ്മ കരയാതിരിക്കുക, നയനയ്ക്ക് ഒരാപത്തും വരില്ല, നമ്മുടെയൊക്കെ പ്രാർത്ഥന അവളുടെ കൂടെയില്ലേ, അവളുടെ നല്ല മനസ്സിന് ഒരാപത്തും അവൾ കേൾക്കില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ കേട്ടോ ആദർശ് ദേവയാനിനെ. ശേഷം കാണിക്കുന്നത് ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞ് തന്നെ നമ്മുടെ അനാമികയാണെങ്കിൽ ഹോസ്പിറ്റലിൽ ആദ്യം തന്നെ എത്തിയിട്ടുണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ് അനാമിക. ഈ ഒരു സന്ദർഭത്തിൽ നയനയ്ക്ക് സിസേറിയൻ വേണം എന്നൊക്കെ പറയാനോ കേട്ടോ. എല്ലാവരും ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടറോട് വന്നിട്ട് ദേവയാനി ചോദിക്കുന്നുണ്ട്, ഡോക്ടർ സിസേറിയൻ ചെയ്തതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരിക്കില്ലല്ലോ അല്ലേ എന്നൊക്കെ പറയുമ്പോൾ, ഒരു കുഴപ്പമില്ലാന്നേ, പിന്നെ കുട്ടിക്ക് പെട്ടെന്ന് നേരത്തെ ഡെലിവറി ആകുകയാണ്, അതിൻ്റെ ഒരു വളർച്ചക്കുറവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുള്ളൂ, നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട, കുട്ടിക്ക് ഈ നിമിഷം വരെ ഒരു കുഴപ്പമില്ല, നിങ്ങൾ പ്രാർത്ഥിക്കുക, അത് മാത്രമേ വേണ്ടൂ, എല്ലാം ഭംഗിയായി അവസാനിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ പോകാൻ കേട്ടോ. അങ്ങനെ നയനേനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുകയാണേ. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും കുഞ്ഞ് പിറന്നു എന്ന് പറഞ്ഞ് വന്ന് നേഴ്സ് വന്ന് പറയാൻ കേട്ടോ. എല്ലാവരും ഒരുപാട് സന്തോഷത്തിലാണ് കേട്ടോ. എല്ലാവരും ആ ഒരു സന്തോഷത്തിൽ പങ്കുചേരുകയാണ് കേട്ടോ. അപ്പോൾ ആദർശിൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, മോനെ എത്രയും പെട്ടെന്ന് പോയി മോൻ കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചിട്ടോ, ഇത് നമ്മൾ ആഘോഷമാക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ എല്ലാവരും വളരെ സന്തോഷത്തിലായിരിക്കും കേട്ടോ. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, എനിക്ക് നയനനെ ഒന്ന് കാണാൻ കഴിയുമോ? ഇല്ലില്ല, ഇപ്പം കാണാൻ കഴിയില്ല, നയനനെ രാവിലെ റൂമിലേക്ക് മാറ്റുള്ളൂ. അപ്പോൾ അനാമിക പറയുന്നത്, സോറി ദേവയാനി പറയണ, കുഞ്ഞിന് ചെറിയൊരു വളർച്ചക്കുറവുണ്ട്, അതുകൊണ്ട് കുഞ്ഞിനെയും അമ്മേനെയും സുരക്ഷിതമായിട്ട് ആ ഒരു NICU വെക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ കുഞ്ഞിനെ ഞങ്ങൾക്ക് കാണാൻ സാധിക്കില്ല, കാണിക്കാമല്ലോ, നാളെ രാവിലെ ആകുമ്പോഴത്തേക്കിനും രണ്ടുപേരും ഒന്ന് റിക്കവർ ആകും, രണ്ടുപേരെയും കാണിക്കാം, കുഞ്ഞിനും അമ്മയ്ക്കും ഒരു കുഴപ്പമില്ല, പൂർണ്ണ ആരോഗ്യവതിയായിട്ട് രണ്ടുപേരും ഇരിപ്പുണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ആ ഒരു വാർത്ത കേൾക്കുമ്പോൾ എല്ലാവരും സന്തോഷത്തിലാകാൻ കേട്ടോ. ഇതേ സമയത്ത് കനകും ഗോവിന്ദനും ഒക്കെ അവിടെ വന്നിട്ടുണ്ടായിരിക്കേ, നന്ദുവും അനിയും ഒക്കെ അവിടെ വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ എല്ലാവരും നയനേനെയും കുഞ്ഞിനെയും കാണാനുള്ള ആ ഒരു ആവേശത്തിലായിരിക്കും കേട്ടോ.
ഈ ഒരു സമയത്തായിരിക്കും എല്ലാവരും ഉറങ്ങിയ ശേഷം, അതായത് ദേവയാനി പറയുന്നുണ്ട്, ഞാനും ആദർശും ഇവിടെ നിന്നോളാം, എല്ലാവരും കൂടെ ഇങ്ങനെ കൂടി നിൽക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാവരെയും വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കനകം നിൽക്കാമെന്ന് പറയുമ്പോഴും ദേവയാനി പറയുന്നുണ്ട്, എന്തിനാ കനകം, ഗോവിന്ദന് വയ്യാത്തതല്ലേ, നീയും പോയിക്കോ, ഞാനിവിടെ ഉണ്ടല്ലോ, ഞാൻ അവളെ നോക്കില്ല എന്ന് വല്ല തോന്നലും ഉണ്ടോ കനകത്തിന് എന്ന് ചോദിക്കുമ്പോൾ കനകം പറയുന്നുണ്ട്, ഒരിക്കലുമില്ല, എന്നേക്കാൾ നന്നായിട്ട് ദേവയാനി അവളെ നോക്കുന്നു, എനിക്ക് നല്ല ബോധ്യമുണ്ട്, പക്ഷേ ഞാൻ അമ്മയല്ലേ, അപ്പോൾ ഇവിടെ നിന്നല്ലേ പറ്റുള്ളൂ, എന്തെങ്കിലും ഒരു കൈ സഹായത്തിന് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ദേവയാനി പറയുന്നുണ്ട്, അതിനല്ലേ ഞാനുള്ളത്, കനകം പോയിക്കോളൂ, ഗോവിന്ദന് സുഖമില്ലാത്തല്ലേ, പോരാത്തന്നെ നന്ദും വീട്ടിൽ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെയും പറഞ്ഞു വിടുകയാണ് കേട്ടോ. അങ്ങനെ ആദർശം ദേവയാനി ആയിരിക്കും കേട്ടോ നയനയ്ക്ക് കൂട്ടു നിൽക്കുന്നത്. രാത്രിയാകുമ്പോഴേക്കും നമ്മുടെ അനാമിക അവിടെ തന്നെ ഉണ്ടായിരിക്കുക, അനാമിക പോയിട്ടുണ്ടായിരിക്കില്ല കേട്ടോ. അങ്ങനെ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാതിൽ കൂടെ തന്നെ നടക്കുകയായിരിക്കും കേട്ടോ അനാമിക, ആ ഒരു പരിസരങ്ങളിൽ തന്നെ നിൽക്കുകയായിരിക്കും കേട്ടോ. അങ്ങനെ ആദർശാണെങ്കിൽ ഒരു ചായ വാങ്ങിച്ചിട്ട് വരാം അമ്മയെന്ന് പറഞ്ഞിട്ട് പോകുകയാണേ. ഈ ഒരു സമയത്ത് ദേവയാനിയും ഒന്ന് കണ്ണടയ്ക്കാണ് കേട്ടോ. അപ്പോഴായിരിക്കും നയന കിടക്കുന്ന റൂമിലേക്ക് അനാമിക കയറുന്നത്. അങ്ങനെ ആ ഒരു റൂമിലേക്ക് കയറിയിട്ട് ആ ഒരു കുഞ്ഞിനെ ഇങ്ങനെ എടുക്കാതിരിക്കും കേട്ടോ. അപ്പോൾ നേഴ്സും കിടന്ന് ഉറങ്ങാതിരിക്കെ ഒരു നേഴ്സാണെങ്കിൽ കാര്യമായിട്ട് എന്തൊക്കെയോ കുത്തിക്കുറിക്കാൻ കേട്ടോ. അങ്ങനെ അനാമിക കയറിയത് പോലും അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. ആ അനാമികയാണെങ്കിൽ ആ ഒരു കുഞ്ഞിനെ ഇങ്ങനെ എടുക്കാൻ കേട്ടോ. എന്നിട്ട് ഇപ്പം തന്നെ കഴിച്ച് കൊല്ലാൻ എനിക്ക് അറിയാമല്ല, പക്ഷേ ഞാൻ അത് ചെയ്യുന്നില്ല, അങ്ങനെ ആ ഒരു പാപം എനിക്ക് വേണ്ട, അത്ര തന്നെ എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ കയ്യിലിങ്ങനെ എടുക്കാൻ കേട്ടോ. അപ്പോൾ നയനനെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ കുഞ്ഞായിട്ട് സുഖമായിട്ട് അവൾ ജീവിക്കാമെന്ന് വെച്ചോ, അത് ഈ അനാമിക ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ലടി എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അങ്ങനെ ഓടിപ്പോവുകയാണ് കേട്ടോ അനാമിക. അതിനുശേഷം കാണിക്കുന്നത് ഒരു നിലവിളി ശബ്ദം കേൾക്കാണ് കേട്ടോ. അങ്ങനെ ഇതെല്ലാം ഒരു സ്വപ്നമായിരുന്നു കേട്ടോ നമ്മുടെ ദേവയാനിയുടെ. ഈ ഒരു സ്വപ്നത്തിൽ ഞെട്ടി ഉണരുകയാണ് കേട്ടോ ദേവയാനി. എൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞ് ഞെട്ടി ഉണരുകയാണ്. ഈ സമയത്ത് ആദർശിൻ്റെ അച്ഛൻ പെട്ടെന്ന് ചാടി എണീറ്റ് ദേവയാനിയോട് ചോദിക്കുന്നുണ്ട്, എന്താ ദേവയാനി, എന്താ നിനക്ക് പറ്റിയ, ഏത് കുഞ്ഞിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞത്, ആര് കൊണ്ടുപോയി എന്നാണ് നീ പറഞ്ഞത്, നിനക്ക് എന്താ പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മുടെ ദേവയാനി ആണെങ്കിൽ ആകെ വെപ്രാളപ്പെട്ട് ആകെ ഇങ്ങനെ വിയർത്ത് കുളിച്ച് നിൽക്കാതിരിക്കുക, എന്താണോ തനിക്ക് പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേനും പറയുന്നുണ്ട്, നമ്മുടെ കുഞ്ഞിനെ ആരും എടുത്തുകൊണ്ട്, നമ്മുടെ കുഞ്ഞിനെ, ഏത് കുഞ്ഞിനെ, അതായത് നയനയുടെയും ആദർശിൻ്റെയും കുഞ്ഞ്, നയന പ്രസവിച്ചു, ആ കുഞ്ഞിനെ അവൾ എടുത്തുകൊണ്ട് പോയി, അനാമിക അവൾ കൊല്ലാൻ എടുത്തുകൊണ്ട് പോയതായിരിക്കും എന്ന് പറഞ്ഞ് പൊട്ടി കരയാനിട്ടു നമ്മുടെ ദേവയാനി. ഇതേ സമയത്ത് ആദർശിൻ്റെ അച്ഛൻ പറഞ്ഞിട്ട്, നിനക്ക് എന്താ പറ്റി, നീ സ്വപ്നം കണ്ടതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. നീ എന്താ ഇങ്ങനെ, നിനക്ക് എപ്പോഴും ആ കുഞ്ഞിൻ്റെ ഒരു കാര്യം ഓർമ്മയുള്ളത് കൊണ്ട് നിനക്ക് ഇങ്ങനെയൊക്കെ സ്വപ്നം കാണുന്ന നീ ഒന്ന് സമാധാനമായിട്ടിരുന്ന്, ആ കുഞ്ഞിന് ഒരു അപകടവും ഒരു ആപത്തും സംഭവിക്കില്ല, ഈശ്വരാനുഗ്രഹം ഉള്ള കുട്ടിയാണ് നയന, അതുകൊണ്ട് തന്നെ അവളെ സങ്കടപ്പെടുത്താൻ ഈശ്വരന്മാർക്കാവില്ലല്ലോ, പിന്നെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ അങ്ങനെ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോകാൻ കഴിയുമോ, നീ എന്താ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊരു സ്വപ്നം മാത്രമായിരുന്നു എന്ന് അറിയുമ്പോൾ ആ ഒരു സന്തോഷത്തിൽ കിടന്നിറങ്ങുകയാണ് കേട്ടോ ദേവയാനി. അപ്പോഴും നയനെ, കുഞ്ഞിനെ നീ കാത്തോണേ ഭഗവാനെ, അവർക്കൊരാപത്തും വരത്തില്ല എന്നുള്ള ഒരു പ്രാർത്ഥനയിലായിരിക്കും കേട്ടോ ദേവയാനി കിടന്നുറങ്ങുന്നത്.